ഇനിയിപ്പോൾ ഉണ്ടാക്കിയിട്ട് ശരിയാവുന്നില്ല, അല്ലെങ്കിൽ ഉണ്ടാക്കിയാലും ഫ്ലോപ്പ് ആവുന്നുള്ള ടെൻഷനൊന്നും ആർക്കും വേണ്ട കേട്ടോ. ഇതുപോലെ റെഡിയാക്കിക്കോ, പെർഫെക്റ്റ് ആയി കിട്ടും. അപ്പോൾ 2 കപ്പ് വറുത്തരിപ്പൊടിയിലേക്ക് 1 കപ്പ് തേങ്ങാ ചിരവിയതും പിന്നെ ഒരു 6-7 ചുവന്നുള്ളിയും 4-5 വെളുത്തുള്ളിയും ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ഒന്നങ്ങ് ചതച്ചിട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയിട്ട് നല്ല പോലെ തന്നെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി 2 കപ്പ് തിളച്ച വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ചൂടായതുകൊണ്ട് ആദ്യം നമുക്ക് സ്പൂൺ വെച്ചിട്ട് നന്നായി അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരുപാട് ചൂടാറുന്നതിന് മുന്നേ തന്നെ കൈ വെച്ച് നല്ല പോലെ തന്നെ അങ്ങ് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പൊ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കി മാറ്റാം. നല്ല ചെറുതാക്കും തോറും കഴിക്കാൻ നല്ല രസമുണ്ടാവും. അപ്പൊ ദാ ഇതുപോലെ. എന്നിട്ടില്ലേ ഒരു 2.5 ടേബിൾ സ്പൂൺ അരിപ്പൊടിയിലേക്ക് 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് അങ്ങ് മാറ്റി വെക്കാം. ഇനി വലിയൊരു പാനിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഒരു 1.5 കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബോൾസ് ഇട്ട് കൊടുക്കാം. ഇനി 1-2 മിനിറ്റ് നല്ല പോലെ തന്നെ തിളച്ചതിന് ശേഷം മാത്രമേ ഇത് മിക്സ് ചെയ്ത് കൊടുക്കാവുള്ളൂ. എന്നിട്ട് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വെക്കുമ്പോഴേക്കും വെന്തിട്ടുണ്ടാവും. അതിനുശേഷം കലക്കി വെച്ചിരിക്കുന്ന പൊടി ചേർത്ത് അപ്പം തന്നെ മിക്സ് ചെയ്ത് ഒരു 1-2 മിനിറ്റും കൂടി കഴിഞ്ഞാൽ നമ്മുടെ പിടി റെഡി. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. തണുക്കും തോറും ഒന്നുകൂടെ സെറ്റ് ആകും. നമുക്ക് ബീഫും പിടിയായിരുന്നേ. ചിക്കനും അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്തോ.